അപ്പൊ ഗൈസ് നിങ്ങൾ ഇപ്പൊ ഒരു സ്ക്രീനിൽ കാണുള്ള ഈ ഒരു ഫോട്ടോ കാണാം. അപ്പൊ ഈ ഒരു ഫോട്ടോ പറഞ്ഞപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഒന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇതേമാതിരിയുള്ള ഫോട്ടോസ് കുറച്ചു കാലം മുമ്പ് ട്രെൻഡിങ് ആയിരുന്നു. നമ്മുടെ ക്ലാസ് റൂമത്തെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ പാടി കൂട്ടിയുള്ള ഒരു ഫോട്ടോസ് ഒക്കെ എല്ലാവരും ഓരോരുത്തർ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ക്ലാസ് ടീച്ചറൊക്കെ വെച്ചിട്ട് നമ്മുടെ ടീച്ചറിന് ചെറിയൊരു ഫ്രെയിം ഒക്കെ അടിച്ചൊരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് നമ്മുടെ ക്ലാസ് റൂമത്തെ അല്ലെങ്കിൽ നമ്മുടെ ഗാങ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ഓരോ ആൾക്കാരൊക്കെ ഫോട്ടോസ് ഇതേമാതിരി സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഒരുപാട് പേരായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ടും അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ ആയിട്ട് ഒരുപാട് പേരിടുന്നുണ്ട്. അപ്പൊ ഒരുപാട് പേരായി എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ നമ്മുടെ വാട്സപ്പിലൊക്കെ DM ചെയ്യേണ്ടതിന് ട്യൂട്ടോറിയൽ ചെയ്യോ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അത് എങ്ങനെ നമ്മുടെ ഫോണിൽ ഈസി ആയിട്ട് ഇങ്ങനെ മേക്ക് ചെയ്യാന്നാണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പൊ അതിന്റെ സൗണ്ടിൽ ചെറിയൊരു കരകരപ്പ് ഉണ്ടാവും. കാരണം ഇപ്പൊ പനി കാര്യങ്ങളും അത് മഴക്കല്ലേ, അപ്പോൾ സൗണ്ട് ഒക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മാക്സിമം സൗണ്ടിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇതേപോലത്തെ ട്രെൻഡിങ് ആയിട്ട് ട്യൂട്ടോറിയൽസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുന്നതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ ഗൈസ് ഈ ഒരു ഫോട്ടോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് പറയുന്നത് ആദ്യം നമ്മുടെ ഇമേജസ് നമ്മൾ ആ ഒരു കാർട്ടൂൺ ടൈപ്പിലേക്ക് മാറ്റിയെടുക്കലാണ്. അപ്പോൾ അതിന് നമ്മളൊരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ iOS അതുപോലെ ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിവിടെ ആപ്പ് സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ടൂൺമി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുന്ന ആപ്ലിക്കേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് അവിടെ കാണിക്കുക. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണുന്ന കാർട്ടൂൺ ടൈപ്പുള്ള ഒരു ടെംപ്ലേറ്റ് നമ്മൾ ഇമേജ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി അഥവാ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് കാണാനാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ ഒരു ടെംപ്ലേറ്റ് ലിങ്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ ഞാൻ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് എടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിലോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ DM ചെയ്യുക. ആ ഒരു ലിങ്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഗൈസ് ആ ഒരു ടൂൺമി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ആ ഒരു ടെംപ്ലേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ഏത് ഇമേജിക്കാണോ ആ ഒരു കാർട്ടൂൺ ടൈപ്പിൽ ആക്കേണ്ടത് അവർ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇമേജ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പിന്നെ നിങ്ങൾ ഗ്രൂപ്പായിട്ട് കാര്യം ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഓരോ ഇമേജസും ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ജസ്റ്റ് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ ഇമേജ് ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് വൺ ടാപ്പിൽ നമുക്കത് കാർട്ടൂൺ ടൈപ്പിലാക്കിയിട്ട് തരും ഇതേപോലെ. എന്നിട്ട് ഇത് നേരെ നിങ്ങളുടെ ഗാലറിക്ക് സേവ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു ഇമേജ് ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആരൊക്കെ ഇമേജസിലാണ് സെറ്റ് ചെയ്യുന്നത് എല്ലാവരും ഇമേജ് ഇതേ സെയിം മെത്തേഡ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേമാതിരി കാർട്ടൂൺ ടൈപ്പിലാക്കിയിട്ട് നിങ്ങളുടെ ഗാലറിക്ക് സേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കാണുന്ന ഫോട്ടോസ് കണ്ടില്ല. അപ്പോൾ ഞാനൊരു 4 ആൾ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ഇതേപോലെ ഒരു 4 ആൾക്കാരെ ഇതേമാതിരി കാർട്ടൂണിലാക്കിയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കാർട്ടൂൺ ടൈപ്പിൽ നമ്മൾ ഇമേജ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ ഇനി നമ്മൾ ഈ ഒരു ഇമേജിന് കറക്റ്റ് നമ്മളെ മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കണം, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട്. അപ്പോൾ അതിന് ഞാൻ ഫോട്ടോ റൂം ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യാറ് സാധാരണ. അപ്പോൾ ഞാനിവിടെ ഫോട്ടോ റൂം ആപ്ലിക്കേഷൻ കൂടെ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതാണ് ഫോട്ടോ റൂം. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് മുകളിലത്തെ ട്രാൻസ്പാരന്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓരോ കാർട്ടൂൺ ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് നല്ല നീറ്റായിട്ട് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ട്രാൻസ്പാരന്റ് ആക്കിയിട്ട് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇമേജ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇമേജസ് ഇതേമാതിരി ട്രാൻസ്പാരന്റ് ആക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഗാലറിക്ക് സേവ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ചെയ്തുള്ള 4 ഇമേജസാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മൾ ഇനി ഇതിങ്ങനെ ഓരോന്നും ഇങ്ങനെ അടുക്കി വെക്കലാണ്. അപ്പോൾ അത് ഞാൻ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ പിക്സാർട്ട് ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാനിവിടെ പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഓപ്പൺ ചെയ്തിട്ട് താഴത്തെ പ്ലസ് ഇവിടെ സെലക്ട് ചെയ്ത് അതിൽ ബ്ലാങ്ക് എന്നൊരു ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് അവിടെ താഴത്തെ ടൂൾ ബോക്സിൽ കാണാൻ ഒരു ഫിറ്റ് എന്നൊരു ഓപ്ഷൻ അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ആസ്പെക്ട് റേഷ്യോ 9:16 എന്ന ആസ്പെക്ട് റേഷ്യോ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കളർ ആ ബാക്ക്ഗ്രൗണ്ട് കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു കളറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കളർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ ടൂൾ ബോക്സിലെ ആഡ് ഫോട്ടോ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഓരോ ഇമേജ് ഇതിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ കൊണ്ടുവരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അത് സൈസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്രോപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ക്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ആ ഒരു ഫോട്ടോ അറേഞ്ച് ചെയ്തിട്ട് പിന്നെ താഴത്തെ ടൂൾ ബോക്സിലെ ബോർഡർ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആ ഒരു ഇമേജിൽ ചെറിയൊരു ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കുക ഒരു വൈറ്റ് കളറിൽ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഇമേജ് ഇവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഇനി അടുത്ത ഇമേജ് ആഡ് ഫോട്ടോ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് അത് നിങ്ങൾക്ക് വേണ്ട അനുസരിച്ചിട്ട് അതിന് സൈസ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ആഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഒരു പ്രിവ്യൂലായിട്ട് ഞാൻ കാണിച്ചു തന്നുള്ള ഒരു ഫോട്ടോ ഇവിടെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിലിപ്പോൾ നിങ്ങൾ ഒരു ഇമേജ് ആഡ് ചെയ്തു, രണ്ടാമത്തെ ഇമേജ് ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ ഇമേജ് ഒന്നാമത്തെ ഇമേജിന്റെ പിന്നിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സൈഡിലായിട്ട് കാണാൻ നിങ്ങൾക്ക് അവിടെ ലെയർ എന്നൊരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഓരോ ഇമേജ് ഇങ്ങനെ വലിച്ചിട്ടാൽ മതി ഈ കാണുന്ന പോലെ. അപ്പോൾ ഇങ്ങനെയാണ് ആ ലെയർ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം പല ആൻഡ്രോയിഡ് പിക്സാർട്ട് ആപ്ലിക്കേഷനിൽ ഈ ഒരു ലെയർ ഓപ്ഷൻ ഇടയ്ക്ക് ഉണ്ടാവില്ല, വേർഷൻ പഴയതായതുകൊണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പിക്സാർട്ട് അപ്ഡേറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിക്സൽ ലാബ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എഡിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് തന്നെ ഒരു ഫോട്ടോ നമ്മുടെ മൊബൈൽ ഫോണിൽ മേക്ക് ചെയ്യാൻ മനസ്സിലായിരുന്നു വിചാരിക്കും. അപ്പോൾ ചെറിയൊരു വീഡിയോ, അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇതുപോലത്തെ ട്രെൻഡിംഗ് ആയിട്ട് ട്യൂട്ടോറിയൽസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതേപോലത്തെയുള്ള ഇപ്പോൾ ഇനി നിങ്ങൾ ഈ ഒരു ഫോട്ടോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഒരുപാട് പേര് ചോദിക്കും ഇതെങ്ങനെ ചെയ്തെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഈ ഒരു വീഡിയോ അവർക്കൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.